ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഹെയർ ഫോൾ. നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഹെയർ ഫോൾ വരാം. ഒന്നുകിൽ താരനുണ്ടെങ്കിൽ, തലയിൽ താരനുണ്ടെങ്കിൽ ഹെയർ ഫോൾ നല്ലപോലെ കാണാം. അല്ലെങ്കിൽ എന്തെങ്കിലും തൈറോയ്ഡ് അങ്ങനെ ഫേസ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ഹെയർ ഫോൾ വരാം. പിന്നെ അതും അല്ലെങ്കിൽ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും ഹെയർ ഫോൾ വരാം. പിന്നെ പലരും പല സ്ഥലത്തായിട്ട് താമസിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ജോലി സംബന്ധമായിട്ട് പോവുകയും മെഡിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ വെള്ളം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ഹെയർ ഫോൾ വരാം. അങ്ങനെ ഒരുപാട് റീസണുണ്ട് നമുക്ക് ഹെയർ ഫോൾ വരാൻ. വൈറ്റമിൻ്റെ കുറവുണ്ടെങ്കിൽ വരാം. പക്ഷേ നമുക്ക് എന്ത് തന്നെ ആയാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കുറച്ച് കെയർ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ഇതാണ് ഫ്ലക്സീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്ത് എന്നാണ്. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിന് മാത്രമല്ല, നമ്മുടെ സ്കിന്നിന് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള ഒരു ഇതാണ്. കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് അയണ്, വൈറ്റമിൻ ഇ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് ചിലവർ ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ ആ വെള്ളം കുടിക്കുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഫ്ലക്സീഡ് ജെല്ല് എങ്ങനെ നമ്മൾ തയ്യാറാക്കുന്നു, എങ്ങനെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നു, അതുകൊണ്ടുള്ള ഉപയോഗം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് ഫ്ലക്സീഡ് ജെല്ല്. ഇത് നമുക്ക് തയ്യാറാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് ഒരു 2 ആഴ്ചയെങ്കിലും വയ്ക്കാം. നല്ല രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ഏകദേശം 2 ആഴ്ചയോളം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് നമ്മളെടുത്ത് നമ്മുടെ ആവശ്യത്തിനെടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചെറിയൊരു ചൂടിൽ തേക്കാം. അതിൻ്റെ കൂടെ അലോവേറ ജെല്ല് ഉപയോഗിക്കാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ലേഡീസിന് മാത്രമല്ല, നമുക്ക് ജെൻസിനും ഉപയോഗിക്കാം. ഇത് തയ്യാറാക്കി നമ്മുടെ ഹെയർ ഫോൾ കുറച്ചിട്ട് നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടി നല്ല ഫാസ്റ്റസ്റ്റായിട്ട് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നൊരു ഇതാണ് ഫ്ലക്സീഡ് എന്ന് പറഞ്ഞാൽ. അത്ര നല്ലതാണ്. അതിനകത്ത് നമുക്ക് അയണും വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. ചിലരത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. പക്ഷേ സ്കിന്നിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നെങ്കിലും മുടിക്ക് കുറച്ചും കൂടെ നല്ലതാണ് ഫ്ലക്സീഡ് ജെല്ല് എന്ന് പറഞ്ഞാൽ. നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ട് ആഴ്ചയിൽ 1-2 വട്ടം യൂസ് ചെയ്യാവുന്ന ഒരു പാക്കാണ്. പാക്കെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സിറം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ എല്ലാവരും ചോദിക്കത്തില്ലേ, നിൻ്റെ മുടി അങ്ങ് ഡ്രൈ ആയിട്ട് കിടക്കുവാണ്, ഇത് എന്ത് ഷാമ്പു ആണ്, എന്ത് കണ്ടീഷണറാണ്, ഷാമ്പു ആണ്, ഏത് സിറമാണ് അപ്ലൈ ചെയ്യുന്നതൊക്കെ ചോദിക്കത്തില്ലേ. പക്ഷേ നമുക്ക് ഈ നമ്മുടെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നതാണിത്. ഫ്ലക്സീഡ് ജെല്ല് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും അതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ നമുക്കിപ്പോൾ കാണാം. ഇതാണ് ഫ്ലക്സീഡ്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് പാക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള സ്റ്റോറിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കണ്ടോ, ഇതാണ് ഫ്ലക്സീഡ്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉപയോഗിക്കാൻ എടുക്കാം. ഇപ്പോൾ പാക്കറ്റിലാണെങ്കിൽ തന്നെയും അതിൽ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി അതിന് ശേഷം അത് പൊങ്ങി നിൽക്കുന്ന ലെവലിലോട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ചൂടാക്കി ഈ ചൂടാക്കുന്നതിനനുസരിച്ച് തന്നെ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ജെല്ല് ഇറങ്ങി വരുന്ന രീതിയിൽ നമുക്കത് തിളപ്പിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ആഴ്ചയിൽ 2-3 വട്ടം നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് തയ്യാറാക്കി നമുക്ക് 2 ആഴ്ച കണക്കിനോ ഒരാഴ്ച കണക്കിനോ നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. എന്നിട്ട് നല്ലൊരു പാത്രത്തിലോട്ട് അത് മാറ്റി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഉപയോഗിക്കുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് അത് തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ തലയിൽ അപ്ലൈ ചെയ്യുള്ളൂ. ഒന്നാമത് തണുപ്പാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ തണുപ്പോടെ എടുത്ത് തേക്കരുത്. പിന്നെ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അത് തിളച്ച് നല്ല ഇതായിട്ട് വരണം. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അത് കട്ടിയായി പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഏകദേശം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പരുവം ആകുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് ഒരു അരിപ്പെടുത്ത് അരിച്ച് നമുക്കതിൻ്റെ ജെല്ല് മാക്സിമം ജെല്ല് നമുക്കത് അരിച്ചെടുക്കാം. എന്നിട്ട് എന്താണ്ടേ ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കുമാണ് നമ്മളത് ഓഫ് ചെയ്തെടുക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ബൗൾ ഒഴിച്ച് വെച്ച് കാണിച്ചു തരുന്നത്. കണ്ടോ, ഒരുപാട് തിക്കായി പോവാതെ ഇത്രയും ഒരു ലൂസി ഒരു ഇതായിട്ട് എടുക്കണം. പിന്നെ ഇതാണ്, നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്ക് മൊത്തത്തിലെടുത്താൽ അത് ചീത്തയായി പോവും. അതുകൊണ്ട് നമുക്ക് ആവശ്യം എത്രയാണോയെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു പാത്രത്തിലോട്ട് മാറ്റി അതിൻ്റെ അകത്ത് ഞാൻ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ 2 ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഒരുപാട് നല്ലൊരു ക്യാപ്സ്യൂളാണ്. പ്രത്യേകിച്ച് ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് സഹായിക്കുന്ന ഇതാണ് വൈറ്റമിൻ ഇ. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആവണക്ക എണ്ണയാണ്.
ചിലവർക്ക് ഹെയറിൽ ആവണക്ക എണ്ണയൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, സ്കാൽപ്പിലൊക്കെ. അങ്ങനെയുള്ളവർ അത് അപ്ലൈ ചെയ്യരുത്. നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ അതാണെങ്കിലും മതി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്നതായിട്ട് നമ്മുടേതായിട്ടുള്ള എണ്ണയൊക്കെ ഉണ്ടല്ലോ, അതായത് ഹെയർ ഗ്രോത്തിന് തയ്യാറാക്കി വെച്ചേക്കുന്നത്, അതാണെങ്കിലും മതി. ആ ഒരു എണ്ണയാണെങ്കിലും നമ്മൾ ഈ സ്പൂണിൽ ഒരു സ്പൂൺ അളവിന് ഒഴിച്ചിട്ട് നമുക്കതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാം കൂടെ ഒരുമിച്ച് പാക്ക് പോലെ അല്ല അപ്ലൈ ചെയ്യേണ്ടത്. മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് മുടിയുടെ സ്കാൽപ്പ് തൊട്ട് താഴെ അറ്റം വരെ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത്. ഇത് എനിക്ക് അമ്മയാണ് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഇത് അതിൻ്റെ ശേഷമുള്ള ആഫ്റ്റർ റിസൾട്ടാണ്. നല്ല ഓളിയത്തിൽ നല്ല ഫിസിയൊക്കെ മാറി മുടി നന്നായിട്ട് കിടക്കും. പിന്നെ ആവശ്യമായിട്ടുള്ളവർക്ക് മൈൽഡ് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് മുടി വാഷ് ചെയ്യാവുന്നതാണ്. എല്ലാവരും വീഡിയോ കണ്ടു, എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.